ഈ തിരുമുറ്റം അടിച്ചു തെളിക്കാനും ഈ തൃത്തറകളിൽ ദീപമൊരുക്കാനും ഈ അമ്മയ്ക്കൊരു മകളെ തരൂ. 12 മക്കളെ പെറ്റ ഒരമ്മയുടെ മനസ്സിലെ തേങ്ങലുകൾ തറവാടിൻ്റെ പൂജാമുറിയിൽ പ്രതിധ്വനിക്കുമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഉണ്ണിച്ചെറിയ വീണ്ടും ഗർഭിണിയായി. ആഹ്ലാദത്തോടെയുള്ള അടക്കം പറച്ചിലുകൾ തറവാടിൻ്റെ അകത്തളങ്ങളിലും ഗ്രാമത്തിലും നിത്യസംഭവമായി. മാസമുറ തെറ്റിയതു മുതൽ പൂജാമുറിയുടെ മുന്നിലും കളരിനടയിലും ചെന്ന് ഉണ്ണിച്ചെറിയ പരിസരം മറന്നു പ്രാർത്ഥനാ നിരതയായി. പതിവിലും കവിഞ്ഞ പരിചരണത്തോടെ ഉണ്ണിച്ചെറിയ നാൾ കഴിച്ചു. 10 മാസം തികഞ്ഞ് 10-ാം ദിവസം രാത്രി 10 വിനാഴിക ചെന്നപ്പോൾ ഒരു ഓമന മകളെ പ്രസവിച്ചുകൊണ്ട് കടവാങ്കോട് തറവാടിൻ്റെ ഈറ്റുപുരയിൽ ഒരു നക്ഷത്രം ഉദിച്ചു. അടക്കാനാകാത്ത ആഹ്ലാദത്താൽ ഈറ്റുപുരയുടെ ഇരുട്ടറയിൽ തെളിഞ്ഞു കത്തിയ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ തൻ്റെ ഓമനയെ നോക്കി ഉണ്ണിച്ചെറിയ വീർപ്പുമുട്ടി കഴിയുമ്പോൾ തറവാട്ടു തിണ്ണയിൽ അതേവരെ അസ്വസ്ഥനായി നടന്ന ഒരച്ഛൻ്റെ മനസ്സിൽ ഒരു നിർവൃതിയുടെ നിഴൽ പരക്കുകയായിരുന്നു. ഈറ്റുപുരയിൽ പേറ്റിച്ചിയുടെ കിണ്ണം കൊട്ടുകേട്ടുണർന്ന അയൽക്കാർ അടുക്കള തിണ്ണയിൽ ഓടിക്കൂടിയപ്പോൾ അന്നേ വരെ മനസ്സിലൊരുക്കിയ മോഹം സഫലമായതറിഞ്ഞ് ആശ്വസിച്ചു. ദൈവത്തെ വിളിച്ചു. ആ പുതിയ പ്രകാശത്തിൻ്റെ പൂർണ്ണത നുണഞ്ഞ് സർവ്വദൈവങ്ങളെയും വിളിച്ചു മനസ്സ് കുളിർത്ത ആ പിതാവ് തൻ്റെ ആൺമക്കളെയെല്ലാം മാറി മാറി ചേർത്തു പിടിച്ച് നിങ്ങൾക്കൊരു ഓമന പെങ്ങൾ ജനിച്ചു മക്കളെ എന്ന് പറഞ്ഞ് മാറോട് ചേർക്കുമ്പോൾ ആ പിതാവിൻ്റെ മനസ്സിൽ ഒരു ലോകം പിടിച്ചടക്കിയ വികാരമായിരുന്നു. കാര്യമറിഞ്ഞെത്തിയവരെല്ലാം ഈശ്വരാനുഗ്രഹമാണെന്ന് പറഞ്ഞ് കണ്ണു തുടച്ചു. 28-ാം ദിവസം മാക്കം എന്നു പേരു വിളിച്ചു അന്നദാനവും മറ്റാഘോഷങ്ങളും ഒരുക്കി കുഞ്ഞിമംഗലം ഗ്രാമം ആ സുദിനം ആഘോഷിച്ചു.